നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അന്റാർട്ടിക്കിന് മുകളിലൂടെ താഴ്ന്നു പറക്കുകയായിരുന്നു എയർ ന്യൂസിലാൻഡിന്റെ TE901 എന്ന വിമാനം. മുകളിൽ തിളങ്ങുന്ന ആകാശം, താഴെ കണ്ണത്താ ദൂരത്തോളം മഞ്ഞിന്റെ വെള്ളപ്പുതപ്പാണ്. സൈറ്റ് സീയിങ്ങിനായി ഡിസൈൻ ചെയ്ത വിമാനത്തിന്റെ ജനാലകൾക്കടുത്ത് നിന്ന് യാത്രക്കാർ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു. പൈലറ്റ് ജിം കോളിൻസും കോ പൈലറ്റ് ഗ്രെഗ് കാസിനും യാത്രക്കാർക്ക് അന്റാർട്ടിക്കിന്റെ വെള്ളപുതച്ച കാഴ്ചകൾ വ്യക്തമായി കാണുവാനായി വിമാനം 2000 അടിയിലേക്ക് താഴ്ത്തുകയുണ്ടായി. അവരുടെയും അന്റാർട്ടിക്കിലേക്കുള്ള ആദ്യ പറക്കലായിരുന്നു അത്. മഞ്ഞിന്റെ ഒരു പടലത്തിലായിരുന്നു അപ്പോൾ വിമാനം. പെട്ടെന്നാണ് അലാം മുഴങ്ങിയിരുന്നത്. വഴിയിൽ എന്തോ തടസ്സമുണ്ട്. അതെന്താണെന്ന് ചിന്തിക്കും മുമ്പ് കോളിൻസും കാസിനും കണ്ടു. തൊട്ടുമുന്നിൽ വൻമതിൽ പോലെ മൗണ്ട് എറേബസ്, അന്റാർട്ടിക്കയിലെ അഗ്നിപർവ്വതമായിരുന്നു അത്. മുന്നിൽ മരണമാണെന്ന് അവർ തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ വിമാനം പർവ്വതത്തിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെ ഒരു രാജ്യത്തെ തന്നെ നടുക്കിക്കളഞ്ഞ വിമാന അപകടങ്ങളിലൊന്നാണ് 1979 നവംബർ 28 എയർ ന്യൂസിലാൻഡ് വിമാനത്തിനുണ്ടായ അപകടം എന്നത്. 257 പേരുമായി പോയ വിമാനം അന്റാർട്ടിക്കിലെ അഗ്നിപർവ്വതത്തിലേക്ക് തകർന്ന് വീഴുകയാണ് ചെയ്തത്. അപകടത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവർക്കും ജീവൻ നഷ്ടമായെന്ന വാർത്തയാണെന്ന് ലോകം അറിഞ്ഞത്. അപകടം നടന്ന് 40 വർഷങ്ങൾക്ക് ശേഷവും അതിന്റെ ഓർമ്മകൾ ഇന്നും ന്യൂസിലാൻഡിനെ വിട്ട് പോയിട്ടില്ല. രാജ്യത്തിലെ ഓരോ പൗരനെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ച ഒരു വൻ ദുരന്തം തന്നെയായിരുന്നു അത്. TE90 എന്ന വിമാനം എയർ ന്യൂസിലാൻഡ് എന്ന ദേശീയ വിമാന കമ്പനിയുടേതായിരുന്നു. അപകടത്തിന് 2 വർഷം മുമ്പാണ് വിമാന കമ്പനി അന്റാർട്ടിക്കയിലേക്കുള്ള ഈ സർവീസ് ആരംഭിച്ചത് തന്നെ. അന്റാർട്ടിക്കിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന അപൂർവ അവസരമായതിനാൽ ഒട്ടേറെ പേർ ഈ യാത്രയിൽ പങ്കെടുക്കുകയുണ്ടായി. 11 മണിക്കൂറായിരുന്നു ഈ വിമാനയാത്രയുടെ ദൈർഘ്യം എന്നത്. പറന്നുയർന്ന അതേ വിമാനത്താവളത്തിൽ തന്നെ 11 മണിക്കൂറിന് ശേഷം തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിച്ചിരുന്നത്. അന്റാർട്ടിക്കിൽ ലാൻഡ് ചെയ്യാതെ ആകാശ കാഴ്ചകളാണ് യാത്രക്കാർക്ക് കാണാനാകുക എന്നത് മറ്റൊരു പ്രത്യേകത. ലോകത്തിന്റെ അറ്റത്തെ മഞ്ഞുപാളികൾ കാണാനുള്ള ഈ യാത്ര നിരവധി പേരെ ആകർഷിച്ചു. TE901 അന്റാർട്ടിക്കയിലെ മൗണ്ട് എറേബസിൽ തകർന്നു വീഴുന്നത് വരെ മാത്രം. എന്നാൽ അപകടം സംഭവിച്ചത് എങ്ങനെയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. രാവിലെയാണ് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡ് വിമാനത്താവളത്തിൽ നിന്ന് TE901 യാത്ര ആരംഭിച്ചത്. ഉച്ചയോടെ മൗണ്ട് എറേബസിന് സമീപത്തെത്തി. യാത്രക്കാർക്ക് മികച്ച കാഴ്ച ലഭ്യമാകാൻ ക്യാപ്റ്റൻ വിമാനം 2000 അടിയിലേക്ക് താഴ്ത്തി, അതായത് 610 കിലോമീറ്ററിലേക്ക്. ഏറ്റവും അടുത്ത് അന്റാർട്ടിക് കണ്ട ആവേശത്തിൽ യാത്രക്കാരും ജനാലകൾക്കരികെ ഫോട്ടോകൾക്കായി തിരക്കും കൂട്ടി. വിമാനം നിലം പതിക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾ മുമ്പ് വരെ എടുത്ത ഈ ഫോട്ടോകളിൽ മിക്കതും പിന്നീട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടുകിട്ടിയിരുന്നു. അങ്ങനെ ഏതാനും സമയത്തിനുള്ളിൽ പൈലറ്റിന്റെ കണക്കുകൂട്ടലുകളെല്ലാം മാറി മറിഞ്ഞു. തൊട്ടു മുന്നിൽ മഞ്ഞുപാളികൾക്ക് പകരം തെളിഞ്ഞത് മൗണ്ട് എറേബസിന്റെ കൊടുമുടിയായിരുന്നു. വിമാനം ഉയർത്താനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുമുടിയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. അപകട വിവരം അറിയാനും അത് വിശ്വസിക്കാനും ഏറെ സമയമെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുള്ള വിമാനം എത്താൻ തന്നെ ഏതാനും മണിക്കൂർ വേണം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്ക് അപകടത്തിൽപ്പെട്ട ആരും ജീവനോടെ അവശേഷിച്ചിരുന്നില്ല. മൗണ്ട് എറേബസിന്റെ താഴ്വാരമായ റോസ് ഐലൻഡിൽ നിന്നാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നത്. ഇന്നത്തെ സാങ്കേതിക വിദ്യ അന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ അപകടം സംഭവിക്കില്ലായിരുന്നെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നുണ്ട്. അക്കാലത്ത് സമീപത്തുള്ള തടസ്സങ്ങൾ പോലും പലപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നത് സെക്കൻഡുകൾക്ക് മുമ്പായിരുന്നു. ഉദാഹരണത്തിന് അപകടത്തിൽപ്പെട്ട TE901 വിമാനത്തിന്റെ സമീപത്ത് ഉയർന്ന വസ്തുവുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്ന പ്രോക്സിമിറ്റി അലാം ശബ്ദിച്ചത് ഇടി നടക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപായിരുന്നു. 227 യാത്രക്കാരും 30 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 44 പേരുടെ ശരീരം പോലും കണ്ടെത്താനായിട്ടില്ല. ന്യൂസിലാൻഡിലെ ഓരോ വ്യക്തിക്കും ഈ അപകടത്തോട് വൈകാരിക ബന്ധം തോന്നാനും കാരണങ്ങളുണ്ട്. അക്കാലത്ത് 30 ലക്ഷമായിരുന്നു ന്യൂസിലാൻഡിലെ ജനസംഖ്യ. അതുകൊണ്ട് തന്നെ അപകടത്തിൽ മരിച്ചവരുമായോ രക്ഷാപ്രവർത്തകരുമായോ പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധത്തിൽ പങ്കുചേർന്നവരുമായോ ഏതെങ്കിലും തരത്തിൽ അടുപ്പമുണ്ടായിരുന്നു അവരിൽ മിക്കവർക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.